വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഞങ്ങൾ അത്യാവശ്യം പ്രായത്തിലേക്ക് കടന്നു തുടങ്ങി. വാർദ്ധക്യം ഞങ്ങൾ രണ്ടുപേരെയും ബാധിച്ചിട്ടില്ല, എങ്കിലും പ്രായമായിട്ടുണ്ട്. പ്രായമായി വരുന്നതിനനുസരിച്ച് വീട്ടിൽ ദിവസവും വഴക്കിന് സാധ്യത ഏറി വരിക. വഴക്കുണ്ടാവാൻ പ്രത്യേക കാരണമൊന്നുമില്ല. ശ്രീവത്സൻ വീട്ടിൽ ഒതുങ്ങി നിൽക്കാത്ത കാരണം തന്നെ. അതിന് ഞാൻ അവനെ ശാസിക്കുന്നില്ല എന്ന കാരണമാണല്ലോ അവർക്ക് രണ്ടാമതായി പറയാനുള്ളത്. അപ്പോൾ അവനെ അവർ പറഞ്ഞല്ലോ, ശിക്ഷിക്കുകയല്ല, മർദ്ദിക്കുകയാണ്. ഞാനതിൽ ഇടപെടാറില്ല. അത് അവർക്ക് എന്നോട് നീരസമായി എന്നെ പലപ്പോഴും അവനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വഴക്ക് പറയാൻ തുടങ്ങി. ആ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് ഇഷ്ടക്കുറവ് വരും. ശാരദ അതിനെ ഏറ്റു പറയും. അങ്ങനെ ഞാനും ശാരദയും അവർക്ക് കണ്ണിൽ കടിയായി തീർന്നു. അവർ പലപ്പോഴും ഞങ്ങളെ എതിർത്ത് സംസാരിക്കുവാനും ഞങ്ങളുടെ കാര്യങ്ങളിൽ തീരെ ശ്രദ്ധിക്കാതിരിക്കുവാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വരുമ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുക. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരിക. അപ്പോൾ എതിരെ ഒരു ചുവന്ന അധികം ഉയരമില്ലാത്തൊരു നായ അതിന് നാവ് പുറത്തേക്ക് നീട്ടിക്കൊണ്ട് ഓടി വരുന്നതാണ് ഞാൻ കാണുന്നത്. ആ ഓട്ടം അത്ര സുഖകരമല്ല എന്ന് തോന്നിയതിനാൽ ഞാൻ അതിനടുത്ത് കണ്ട ഒരു വേലിക്കരികിലേക്ക് ചെറുങ്ങനെ ഒന്ന് മാറി നിന്നെങ്കിലും ഒരു കാൽ കുറച്ച് അകലം തന്നെയായിരുന്നു. ആ നായയുടെ നാവിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെയോ ഉപയോഗിച്ചൊരു കൊഴുത്ത ദ്രാവകങ്ങൾ ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നായ കഥയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ആ പോകുന്ന വഴിക്ക് ഒരു കടി എൻ്റെ കാലിൽ കിട്ടി. അത് അതേ വഴി തന്നെ നേരെ തന്നെ ഓടിപ്പോയി. ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ വാലുകളെല്ലാം കാലിൻ്റെ ഇടയിലേക്ക് വളരെയധികം പറ്റിച്ചു വച്ചിരിക്കുന്നു. അപ്പം ഇത് ഭ്രാന്തൻ നായയുടെ ലക്ഷണം തന്നെ. നായ കഥയ്ക്കുക, നായയുടെ നാവ് പുറത്തേക്ക് നീട്ടിയിടുക, അതിൽ കൂടെ ഒരു തരം കൊഴുത്ത ദ്രാവകം ഒഴിക്കുക, വാല് പിന്നോട്ട് കാലുകൾക്കിടയിലേക്ക് തിരികെ വെക്കുക. ഇതെല്ലാം ഒരു ഭ്രാന്തൻ നായയുടെ ലക്ഷണമാണ്. ഭ്രാന്തൻ നായ തന്നെ ഇത് ഞാൻ കരുതി. അടുത്തുള്ള ഒരു പൈപ്പിലെടുത്ത് കൊണ്ട് ചെന്ന് എൻ്റെ കാലെല്ലാം കഴുകി വൃത്തിയാക്കി ചോരയെല്ലാം ഞെക്കിക്കളഞ്ഞ് ഉടച്ച് വൃത്തിയാക്കി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആ കാര്യം ആരെയും അറിയിക്കണ്ട എന്നെനിക്ക് തോന്നി. ഞാൻ പ്രകാരം ആരെയും അറിയിച്ചതുമില്ല. ഒരു ഭ്രാന്തൻ നായ കടിച്ചു കഴിഞ്ഞാൽ 15 ദിവസമാണ് മറ്റേ മനുഷ്യന് ഇളകുക. അത്രയും ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഈ വൈരാഗ്യങ്ങളും ലഹളകളും ഒന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതി തന്നെയാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. അങ്ങനെ കാര്യം എന്തായാലും അത് പറ്റില്ലല്ലോ. പിന്നെ മക്കളെയൊക്കെ ഒന്ന് വിളിച്ച് വിവരം പറയണ്ട, ഒന്ന് വിളിച്ചാലോ? ശരി, എന്തായാലും പൊക്കനെ അയച്ചു. കാരണം ഞാൻ പോയാലോ അല്ലെ മകൻ പോയാലോ അമ്മ തന്നെ പോയാലോ അത്യാവശ്യം നാട്ടിലെ മറ്റാരെ പറഞ്ഞയച്ചാലും അവരാരും വരില്ല എന്നെനിക്കറിയാം. പൊക്കനെ അയച്ചാൽ അവൻ പൊക്കി കൊണ്ടുവരും എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അവനെ അത്ര പേടിയാണ് എല്ലാവർക്കും. അവൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അവനെ അനുസരിപ്പിക്കും അർത്ഥം, അത്ര വലിയവനായാലും. അങ്ങനെ അവൻ പറയേണ്ട താമസം അവൻ പോയി. കേവലം ഒരു 3.5 മണിക്കൂറിനുള്ളിൽ എല്ലാവരെയും വിളിച്ച് 4 മണിയോട് കൂടി തന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലെത്തിച്ചു. അവർക്കെല്ലാം ചായ
ഏർപ്പാട് ചെയ്തു. ഞങ്ങളെല്ലാവരും ചൂടും ചായയും പലഹാരവും എല്ലാം കഴിച്ച് അവരാരും ഒരു തുറന്ന മനസ്സോ തെളിഞ്ഞ കണ്ണോ അല്ല. അവരാരും എൻ്റെ അടുത്തേക്ക് തന്നെ വളരെ നോക്കുന്നു പോലുമില്ല. എന്തോ ഒരു പ്രത്യേക വൈരാഗ്യം. എന്തോ ആട്ടെ. അവർ 4 പേരും, ആൺമക്കൾ 4 പേരും, പെൺമക്കൾ 2 പേരും, പെൺമക്കൾ 2 പേരും അന്യോന്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുക, കുട്ടികളെ, നിങ്ങൾ എതിർപ്പുണ്ട്, കാര്യമുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ തമ്മിൽ എതിർപ്പില്ലല്ലോ. ഞങ്ങൾ 2 പേരോടല്ലേ നിങ്ങൾ വെറുപ്പുള്ളൂ, പിന്നെ ഇവനോടുള്ള വെറുപ്പ് ആണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്നത് എന്നായിരുന്നു ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ചത്. ഇപ്പോഴതല്ല. നിങ്ങളുടെ വെറുപ്പ് ഞങ്ങൾക്ക് പ്രായമായി വരുമ്പോൾ ഇത് കൂടി വരുന്ന സമയത്ത് ആര് നോക്കും എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളിൽ ഉദിച്ചു. അതാണ് നിങ്ങൾ ഞങ്ങളോട് കൂടുതൽ വൈരാഗ്യത്തിൽ നിൽക്കാൻ കാരണം എന്നും എനിക്ക് മനസ്സിലാവായിട്ടില്ല. കാര്യം എന്തോ ആട്ടെ, നിങ്ങൾ ഒരു കാലത്തും പിരിയാതെയും ഇണക്കത്തോട് തന്നെ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തുക്കളും കാര്യമൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. വീട് ഞാൻ ഏതായാലും പരിപാലിക്കാൻ നിങ്ങളെ ആരും ഉദ്ദേശിക്കുന്നില്ല. അത് ശ്രീവത്സന് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് 2 പേർക്കും സ്വന്തമായുള്ള വീടുകൾ നിങ്ങൾ പണിത് കഴിഞ്ഞു. മറ്റവർ കൊണ്ടുപോയ സ്ഥലങ്ങളിലുള്ള വീടും പിന്നെ അതിന് ശേഷം അവരുടെ മക്കളോ എല്ലാം വീടുണ്ടാക്കുമല്ലോ. അപ്പോൾ അവർക്കായിട്ട് ഞാനിപ്പം വേറെ വീടുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവന് ജോലിയൊന്നും ആയിട്ടില്ല. പിന്നെ നിങ്ങളുടെ കണ്ണിൽ അവൻ കരടാണ്, എൻ്റെ കണ്ണിൽ അവൻ കരടല്ല. നിങ്ങൾക്ക് ഒരു കാലത്ത് അവന് വേണ്ടി വരും എന്നല്ലാതെ നിങ്ങൾ ഒരു കാലത്തും അവന് വേണ്ടി വരില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അവൻ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജ്യേഷ്ഠന്മാർക്ക് 2 പേർക്കും അച്ഛൻ്റെ തമ്പുരാൻ പദവി ഏറ്റെടുത്ത് ആ ചെങ്കോൽ അണിയാനുള്ള കഴിവില്ല അച്ഛ. എന്നാൽ ഈ തറവാടിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പഴയ പ്രൗഢിയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രൗഢിയും എടുത്തുകൊണ്ട് ഞാൻ തമ്പുരാൻ ചെങ്കോൽ അണിയും. അച്ഛനത് സമ്മതമല്ലേ? അച്ഛന് സമ്മതമല്ലെങ്കിൽ ഞാൻ അണിയില്ല. അച്ഛന് വളരെ സമ്മതം തന്നെയാണ് എന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയല്ലല്ലോ. ശരി, അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നത്തെ കാര്യം. ഞാൻ അവരെ വീണ്ടും വിളിച്ചു. നിങ്ങളെന്താ ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഞാൻ ഒരു വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൊരുൾ ഇതാണ്: നിങ്ങൾ 4 പേർക്കും സമമായി ആവശ്യത്തിലധികം ഭൂമിയുണ്ട്. എൻ്റെ പണമാണെങ്കിൽ കണ്ടമാനമുണ്ട്. അത് മുഴുവനും നിങ്ങൾക്ക് 5 പേർക്കും സമമായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എനിക്കും അമ്മയ്ക്കും വേണ്ടത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വത്സന് കൂടുതൽ കൊടുത്തു എന്ന് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീടും അത് നിൽക്കുന്ന 50ഓളം സെൻറ്റ് സ്ഥലമാണ്. അതിന് നിങ്ങൾക്കതിലൊന്നും വലിയ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വീടായില്ലായല്ലോ. അത്രയേ ഉള്ളൂ. കൂടുതൽ വൈരാഗ്യമായി അവർ ചോദിച്ചു. എന്തോ ആട്ടെ, ഞാൻ എഗ്രിമെൻ്റ് എടുത്ത് മുത്തലിലേക്ക് കൊടുത്തു. അവൻ ആ എഗ്രിമെൻ്റ് തുറന്ന് വായിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ സമനില തെറ്റി. മറ്റവരോടൊന്നും ചോദ്യമൊന്നുമില്ല. മൂപ്പരെന്ത് ചെയ്തു? അത് വരച്ചു കയറി. എന്നാൽ എനിക്ക് വലിയ വിഷമമുണ്ടോ? ഞാൻ അത് കണ്ട് മന്ദഹസിച്ച് അവിടെ തന്നെ ഇരുന്നു. അവൻ്റെ ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാം. ഇതോടുകൂടി തന്നെ ഞങ്ങൾ പോകുന്നു എന്ന് പറയലും അവരെല്ലാവരും ശ്രമിക്കും.
ഞാൻ ഉടനെ വത്സനെ വിളിച്ചു. വത്സ, നിന്നോട് ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു വിഷമത്തിലാണ്, അത് പറയാം. നീ ഒരു കാര്യം ചെയ്യണം. ഇനി മേലാൽ നിൻ്റെ ഈ പോക്കുകൾ മുഴുവനും നിർത്തിയിട്ട് നീ കൂടുതൽ സമയം വീട്ടിൽ ശ്രദ്ധിക്കണം. അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അമ്മയുടെ സകല ഉത്തരവാദിത്വവും ഞാൻ മറ്റു 4 പേരെയും ഏൽപ്പിക്കുന്നില്ല, നിന്നെ മാത്രമാണ് ഏൽപ്പിക്കുന്നത്. ഞാൻ ബാക്കി കാര്യം നിന്നോട് പറയാം. നീ അത് കേട്ട് വിഷമിക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് പറയാം എന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഞാനത് നിന്നോട് പറയേണ്ടത് എന്നെനിക്കറിയില്ല. ശരി, എന്തായാലും പറഞ്ഞേക്കാം. നിൻ്റെ സകല ശക്തിയും നീ ഉപയോഗിക്കണം ഇത് കേൾക്കുമ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിച്ചു കേട്ടല്ലോ. അതെല്ലാം നീ അതുപോലെ തന്നെ ചെയ്യുമല്ലോ. ശരി, എന്നാൽ രണ്ടാമത്തെ കാര്യം നീ കേട്ടോളൂ. എൻ്റെ കുറച്ച് ദിവസം മുന്നേ ഒരു പേ ഇളകിയ നായ കടിച്ചിട്ടുണ്ട്. എനിക്ക് കേവലം വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. ഒരു ഭ്രാന്തൻ നായ കടിച്ചാൽ ആ മനുഷ്യന് 15 ദിവസമാണ് പേ ഇളകാൻ വേണ്ട സമയം. ആ സമയമൊക്കെ അടുത്തു. എന്താച്ചാ അത് എന്നോട് കൂടി അച്ഛൻ പറയാതിരുന്നത്? അച്ഛന് പോകണം മകനെ. ഇനി അച്ഛൻ കൂടുതൽ അവരുടെ ഇടയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എൻ്റെ കൂടെ താമസിച്ചൂടെ അച്ഛാ? ആയിട്ടില്ല മോനെ, അതും പറയാം. ശരി, എന്തായാലും ഇന്ന് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് പേ ഇളകും. അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ബീച്ച് ഹോസ്പിറ്റലിൽ ഒരൊറ്റ സെല്ല് മാത്രമേ ഇതിനുള്ളൂ. എത്രയും പെട്ടെന്ന് അതിൽ ആക്കണം. പേ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ പോലും അടുത്ത് വരില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കൈകാലുകളെല്ലാം കുടുക്കി കെട്ടി ഒക്കെ അത് നിങ്ങൾ കാണേണ്ടി വരും. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർ കോഴിക്കോട് എത്തിച്ചു. എന്താ കാര്യം എന്നറിയോ? അച്ഛനതിൻ്റെ മുന്നേ ചെന്നിട്ട് നാരങ്ങയുടെ നീരെടുത്ത് ഉപയോഗിച്ചു. പേ ബാധിച്ച ഒരാൾക്ക് അച്ചാറ്, ചെറുനാരങ്ങ അടങ്ങിയ അച്ചാറ് അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം ഇതിലേക്ക് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് താമസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇളകാൻ ഇളകും. മറ്റേത് 15 ദിവസം തന്നെ പിടിക്കും. അങ്ങനെ അവർ കൊണ്ടുപോയി ബീച്ച് ഹോസ്പിറ്റലിലെത്തി. ആ സമയത്തൊന്നും പറയത്തക്ക അസുഖമൊന്നുമില്ല. ഡോക്ടർ കണ്ട ഉടനെ തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ സെല്ലിലേക്കാണ് എഴുതിയത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ശരീരത്തിൽ കടന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആ ദിവസം മുതൽ കുറേശ്ശെ ചെറിയ ഒരു കലങ്ങിയ ചുവപ്പ് കാണും. ഇത് കൂടുതൽ ഇളകിക്കഴിഞ്ഞാൽ നല്ല ചുവപ്പ് ഉണ്ടാകും. അപ്പോൾ അതാണ് ഒരു ലക്ഷണം. അപ്പം അതേ സമയത്ത് ഞാൻ അവരുടെ കൂടെ അങ്ങനെ പോവുക. അവിടെ എത്തുമ്പോഴേക്കും വിവരം അറിയിച്ച പ്രകാരം മറ്റുള്ള മക്കളും പെൺമക്കളും കുട്ടികളും അത്യാവശ്യം നാട്ടുകാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് 2 പേർ, ഒരു കുട്ടിയും ഒരു മുതിർന്നവനും. അപ്പോഴും എനിക്ക് ഇളകിയിട്ടില്ലെങ്കിലും ഞാൻ വളരെ ദൂരെ മാറി നിൽക്കുകയാണ്. ഇളകുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പം ദൂരെ മാറി നിൽക്കുമ്പോഴും അവരെന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് എന്നെ തൊട്ടാൻ പറ്റാത്ത ദൂരത്തിലേക്ക് അവരും നീങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ നേരിൽ കണ്ടൊരു കാഴ്ച പറയാം. ആ കുട്ടി നല്ല രൂപത്തിൽ അവൻ്റെ അച്ഛനോടോ അവൻ്റെ ബന്ധുക്കളാരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു.
കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. ഉടനെ തന്നെ ആ കുട്ടി ചുമരിനെ മുഴുവൻ അടിച്ചിട്ടും ഇട്ടിച്ചിട്ടും തലകൊണ്ട് കുത്തിയിട്ടും നിലത്ത് വീണിട്ടും നിലത്ത് മാന്തി പറിച്ചിട്ടും ജനവാൽ അഴികളെല്ലാം പിടിച്ച് തിരുമ്മിയിട്ടും നായയുടെ പോലുള്ള എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ ഓടി നടക്കുക. മറ്റേയാൾക്ക് അന്നേരം ഒന്നുമില്ല. അപ്പോൾ അയാൾ മറ്റേയാൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക അനിയനോട്. എന്താ പറയുന്നത്? ഞാൻ വീരാൻ കോയയുടെ പീടികയുടെ സൈഡിലാണ് നമ്മുടെ വീട്ടിൻ്റെ പണിക്കുള്ള മരം മുഴുവനും ഉയർന്ന് വെച്ചിട്ടുള്ളത്. അത് ഒന്ന് വലിഞ്ഞതിന് ശേഷം എടുത്ത് അവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചന്തുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചന്തുവായിട്ട് കണ്ട് സംസാരിച്ച് വേണ്ട ചെയ്യണം. പണമാണെങ്കിൽ അത് അമ്മയുടെ വശം ഉണ്ട്. അത് വേണമെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുക. പിന്നീട് വീട് നിർമ്മിക്കുന്നതിൽ ഇനി ഒരു അലംഭാവം കാണിക്കരുത്. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അമ്മയ്ക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ കുട്ടി നിലത്ത് വീണു, അന്ത്യശ്വാസം വലിച്ചു. ഉടനെ തന്നെ ഈ സംസാരിച്ച് നിൽക്കുന്ന മുതിർന്ന ആൾ വന്നു. അവൻ ഉടുത്ത വസ്ത്രമെടുത്ത് ആ കുട്ടിയെ പുതപ്പിച്ചു. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവിടുന്ന് അല്പം കഴിയുമ്പോഴേക്കും ഇയാൾ ഓടി നടന്നു തുടങ്ങി. അന്നത്തെ ദിവസം മുഴുവൻ കഴിഞ്ഞു. 3 ദിവസം വേണം. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം അതിൻ്റെ ഒന്നും തോന്നുന്നുണ്ട്. ഈ കുട്ടി മരിച്ച 3-ാം ദിവസമാണ്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമായിട്ടാണ്. അപ്പം ഇത് കളിച്ച് ഇവനും ഇതേമാതിരി തന്നെയുള്ള പല കളികളും കളിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായി ആ ദിവസമല്ല, അടുത്ത ദിവസം ഒരു 4:30-5 മണിയോട് കൂടിയിട്ട് അവനും ഇളക്കം വല്ലാതെയായി. ഇനി ഞങ്ങളപ്പോഴേക്ക് എന്ത് ചെയ്തു? അച്ഛൻ്റെ ഇളക്കമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പം കഴിയുന്നിടത്തോളം ആ സെല്ലിലേക്ക് ഇടാതിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇളകിക്കഴിഞ്ഞതിന് ശേഷം അവൻ വേഗം അധികം കഷ്ടത സഹിക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അങ്ങനെ അല്പം ചില വ്യത്യാസഭാവ പ്രകടനങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ശവശരീരം എടുക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നതാണ്. മുഴുവനായിട്ട് തുറന്നിട്ടില്ല. തുറന്ന് അതിൻ്റെ 2 പേരും ഒരു നേഴ്സും അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എത്ര ശക്തമായ സ്പീഡിലാണെന്ന് പറയാൻ കഴിയില്ല. ആ ആൾ പുറത്തേക്ക് ഓടി വരിക. പുറത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ, ഒരു ഭ്രാന്തന് ഓടിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ളത് പിന്നെ നമ്മൾ കൂടുതൽ പറയണോ? അവിടെ കൂടി നിന്ന ആളുകൾ മുഴുവനും അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ആരുമില്ല അവിടെ തന്നെ. ഞാൻ അപ്പോൾ തന്നെ വാതിൽ അമർത്തി അടച്ചപ്പോൾ അവൻ്റെ വലത് കൈ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടിട്ട് ഞങ്ങളെ പിടിക്കാനുള്ള കളിയാണ്. ഉടനെ തന്നെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു കറുത്ത മാധവൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ. അത്യാവശ്യം ഒരു വേണ്ടപ്പെട്ടവനാണ് ആൾ. അവൻ അടുത്തിരുന്ന് തക്കാളിപ്പെട്ടി എടുത്ത് അവൻ്റെ കൈമുട്ടിന് താഴെ വെച്ച് അമർത്തി പിടിച്ചു. അപ്പോൾ പിന്നെ ആരും പിടിക്കാനും തൊടാനും മാന്താനും അവന് കഴിയില്ലല്ലോ. അപ്പോഴേക്കും നഴ്സുമാർ ഓടി വന്നു. അവന് വേണ്ട ഇഞ്ചക്ഷൻ കൊടുത്ത് വളർത്തി അവനെ നിലത്തേക്ക് മെല്ലെ ചാരിക്കടത്തി വെച്ചു. ഞങ്ങളെ അച്ഛനെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. അച്ഛനും ഇവനുമായി പിറ്റേന്ന് വൈകുന്നേരത്തോടു കൂടി അവനും മരിച്ചു. അപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അച്ഛൻ ഉടുത്തതായ മുണ്ട് അഴിച്ചിട്ട് അവനെ പുതപ്പിക്കുന്നു. അപ്പോൾ അച്ഛന് സ്വബോധമുണ്ട്. ഇളകിയിട്ടില്ല. സംഗതി ഇളക്കുമ്പോൾ തുടങ്ങി. എങ്കിലും ഇത് ഇളകാത്തൊരു സമയമായിരുന്നു. പക്ഷേ അച്ഛൻ കോണകം മാത്രമേ ഉടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം മറന്നുപോയി. എന്തോ മഹാഭാഗ്യം 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബോധം പോയി. തളർച്ചയായി, ഇടിയായി, മാന്തായി, ശബ്ദമായി, പുറത്തേക്ക് തുപ്പലായി. ഞങ്ങളെ ആരെയും കണ്ടാൽ അറിയുന്നില്ല. ആ ഭാവത്തിലായി. ഞങ്ങളെല്ലാവരും ജനലിൽ നിന്നെല്ലാം മാറി നിന്നു.
കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്കുള്ള കളികളായി. ഒച്ച നായയുടെ ശബ്ദം വളരെ നേരം, 1-2 സമയമല്ല, വളരെ നേരം അങ്ങനെ അതേ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഞങ്ങളാകെ അവസരം. പക്ഷേ സമയമായി. അച്ഛനും ഭ്രാന്തൻ ജയിലിനേക്കാളും പോലീസ് സ്റ്റേഷനിലെ സെല്ലിനേക്കാളും എല്ലാം വിധത്തിലും മോശമായ, നനഞ്ഞ, ഇടിഞ്ഞു പൊളിഞ്ഞ ആ തറയിൽ കിടന്നുകൊണ്ട് എന്നേക്കുമായി അന്ത്യശ്വാസം വിളിച്ചു. മാത്രമല്ല, അവസാനം വീട്ടിലേക്ക് പോലും കൊണ്ടുപോകാൻ കഴിയാതെ അടുത്തുള്ള ശ്മശാനത്തിൽ കാര്യമായ കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ശവം ഞങ്ങൾ അവിടെ അടക്കേണ്ടി വന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയത് എല്ലാവരും കൂടി തന്നെയാണ്. എല്ലാവരും ആ വീട്ടിൽ തന്നെ 10-14 ദിവസം കഴിഞ്ഞു. അച്ഛൻ്റെ വിഷമോർത്താവാം ആരും ബഹളത്തിനും കലഹത്തിനും ഒന്നും നിന്നിരുന്നില്ല. എന്നാൽ കർമ്മങ്ങൾ കഴിഞ്ഞ ആ നട്ടുച്ച സമയം 12:30 മണിയോടെ ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് പുരുഷന്മാരും സ്ത്രീകളും 4 പേരും അവരുടെ കുട്ടികളൊക്കെയായി അവർ വീട്ട് വിട്ടു പോയി. പിന്നെ ഞാനും അമ്മയും മാത്രം ആ തറവാട്ടിൽ താമസമായി. ഇനി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അവർ ഓരോ ആളുകളുടെയും ജോലി കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കേണ്ടതിലേക്ക് എത്തുന്ന കാര്യത്തെ പറ്റിയുള്ള ചർച്ചയാണ്. അത് നമുക്ക് കൂടുതലായിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നേരിൽ കാണാം. ഇത്രയും നേരം ഇത് കേട്ടു നിൽക്കാൻ മനസ്സ് കാണിച്ച എല്ലാ പ്രിയർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമസ്കാരം.